മണ്ണിന് പഴയ പോലെ ഇളക്കം കുറഞ്ഞോന്നൊരു സംശയം. ആ കൃഷി ഓഫീസർ വന്നപ്പോ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. വടക്കേ പറമ്പിൽ നാളികേരം തീരെ കുറവ്. അവിടെ ആള് താമസം ഇല്ലാത്തതിന്റെ കുറവ് അറിയാനുണ്ട്. കരിയാത്താ മതി 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 അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക. അതെന്താ അത് വണ്ണ ഇപ്പൊ ചാരായത്തിന് പകരം മണ്ണെണ്ണയാണോ നീ പിടിക്കുന്നത്? അതമ്പ്ര വയറ്റില് വരെയാണ് വര. ഇതാരാ പുതിയ ആള്? ഇതിന്റെ അഴിയനാണ്. എവിടെയാ? ഓബല്ലൂർ മാണിക്കലയാ. മനക്കലയോ? മാണിക്കലല്ലമ്പ്ര അവിടെ പണിയെടുക്കുന്ന ആളാ. നീ ദിവസവും ചാരായ അടിച്ചോണ്ട് നിന്റെ പെണ്ണിനെ തല്ലാറുണ്ടെന്ന് കേട്ടല്ലോ. അത് ഞാനും കേട്ടമ്പ്ര. ആരതൊക്കെ പറയണത്? തെറ്റ് പെണ്ണിന് ആരെങ്കിലും തല്ലുവോ? എനിക്കൊരു ഓർമ്മയില്ല. ഇതങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അല്ലല്ലല്ലമ്പ്ര. പോയി പനി നോക്ക. ഇതല്ല ഇത്. ഒത്താന് ഒത്താൻ. ആ അമ്പ്രാക്കന്മാര് പൊന്നാണ് പൊന്ന്. ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ രണ്ടാം റൗണ്ടും തുടങ്ങാം. അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം. പറഞ്ഞത് വളരെ ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളു കുടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആരെയും നമ്മളീ പേടിക്കുന്നേ? അച്ഛൻ കേക്കട്ടെ നിന്റെ ഗീർമാണം. പോകാൻ പറയണം നമ്മുടെ അച്ഛന്മാരോട്. കുറെ കാലം ആയാലും കളവെടുപ്പിക്കാൻ തുടങ്ങിട്ട്. എന്നിട്ട് എന്തായി? അവിടെ രാവിലെ തുടങ്ങും. മേലോട്ടുയർന്ന് രണ്ടാലും പൊക്കിപ്പിടിച്ച് ഞെരിഞ്ഞ മറന്ന് രണ്ടാലും പൊക്കിപ്പിടിച്ച് നടുവും തല്ലി വീണ് വയ്യാണ്ടായി. സത്യം. നമ്മളെ തച്ചോളി ഉദയനാക്കാനാ അച്ഛന്റെ ശ്രമം. നടക്കുന്ന കാര്യം വല്ലതാണോ? ആരെ തല്ലാനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മര്യാദക്ക് ഒരു തല്ലുണ്ടാക്കാനും സമ്മതിക്കില്ല. അത്രേ ഉള്ളു. അവിടെ ഒരാള് പുലർച്ചെ തുടങ്ങും. സാ പാ പോ തുടങ്ങിയ ഒന്ന് നിർത്തണ്ടേ പണ്ടാരം. പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി. ഏതായാലും നീണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നീളട്ടെ. എടാ വാസു, ഒരു പാട്ട് പാടി. ആ പാട്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ. എന്തിനാ ദുഃഖിക്കുന്നേ? അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലുവോ? തല്ലേ നീ എന്തായാലും ഞങ്ങളോട് പറയടാ. എടാ പറയാ, നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചേരടാ. ഞാൻ പറയാം. നമ്മുടെ കോയിക്കല് ഗോപാലൻ നായരുടെ മോളിൽ അവക്കെന്ത് പറ്റി? അവക്കല്ല പറ്റിയത്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ട. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു തടസ്സമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛൻ അറിഞ്ഞ. എന്നിട്ട് നീ പറയടാ. എന്ത് തടസ്സം ഉണ്ടെങ്കിൽ ഞങ്ങള് മാറ്റും. അച്ഛനോട് പോകാൻ പറയടാ. അയ്യോ, അവക്ക് കളരി പഠിക്കുന്ന 3 ആങ്ങളമാരുണ്ട്. മല പോലെ 10 എണ്ണം ഇവിടെ നിക്കണ്ട. എന്ത് 3 എണ്ണം? നീ ധൈര്യമായിട്ട് അവളോട് പറ. നിന്റെ പുറകില് ഞങ്ങളുണ്ട്. ഈ ഞാനും അവൻ ചരിഞ്ഞു. അവന്റെ കോഴികളാപ്പ് എന്റെ അമ്മേ, നോക്കിയേ, വാസുവേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. എന്റെ കൈകാലം ആകെ വിറയ്ക്കണം. ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അല്പം അവളിങ്ങെത്താറായി. ചെല്ല ഞാനിതിനിടയിൽ കാണും. എന്താ വിമലയുടെ പേരെന്താ? എന്താ പതിവില്ലാതെ വാസുവേട്ടന്റെ ചെട്ടിക്കളി? പ്രേമിക്കാനുള്ള പണി വല്ലതുമാണോ? ചെറിയ തോതിലൊരു. അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ? ഉണ്ട്. അയ്യോ, അവിടെ പോയി. അയ്യോ, പോയിട്ടില്ല. അത് അവന്റെ കയ്യിലായി പോയി. രണ്ടുപേരും കൂടി ചുറ്റിക്കളിയാണല്ലേ? ഞാൻ മാത്രം. ശരി ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇതേ സമയത്ത് മറുപടിക്ക്. ഞാനും വേണോ? എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര. ആണോ? വാസോട്ടാ, അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്.
അച്ഛനെങ്ങനെ പറഞ്ഞ സംഗതി കൊള്ളാവോ? നീ എന്നെ പേടിപ്പിക്കാതിരിക്കും. എനിക്കൊരു ധൈര്യത്തിന് നീ കൂടെ നിൽക്കില്ലേ? അല്ല ഞാനുണ്ട്, എന്നാലും വാസുവേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാ അതിന്റെ ഒരു ശരി. അതെന്താ? നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ലേ? വേണ്ടിട്ട് വേണ്ട പറയാൻ കുഴപ്പമുണ്ടാവോ? പേടിക്കണ്ട, ഞാൻ ഈ കൈപ്പന്തലുണ്ടാവും. നീ ഇവിടെ ഉണ്ടാവണേ. പിന്നെ ഉഷാറായിട്ട് അങ്ങോട്ട് കേറി നിൽക്ക് വാസുവേട്ടാ. നീയാണോടാ വാസു? അതെ. എന്തേ? നീ മറുപടിക്ക് കാത്തുക്കാണല്ലേ? അല്ല, അതെ. ഈ മറുപടി ആലഞ്ചേരിക്കാര് വലിയ കളരി കുരുക്കന്മാരല്ലേ? അതെ. എന്നാ നിനക്കുള്ള മറുപടി കളരി മുറയിൽ അയ്യോ ചേട്ടാ, എന്നെ അടിക്കല്ലേ, ഞാൻ പാട്ടാ. പാട്ട് ഞാൻ കളരിയല്ല, കളരിയല്ല. ഏറ്റടാ വണ്ടി. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, അയ്യോ. എനിക്ക് മറുപടി വേണ്ട, എനിക്ക് മറുപടി വേണ്ട, എനിക്ക് പ്രേമിക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞ പ്രശ്നമാണെന്ന്. അയ്യോ, എനിക്കിനി പ്രേമിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെട്ടു. ഓടിക്കോ. അവന്മാർക്ക് ഇപ്പൊ കത്തിന്റെ മറുപടി കാണോ? പിന്നെ എത്ര നേരമല്ലേ കിട്ടിക്കാണോ? അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രേമിക്കാൻ. എന്ത് പറ്റിയടാ? ഞാൻ ആ പെണ്ണിന് കത്ത് കൊടുത്തരാ, അവളാകെ മരണ തല്ല്. സത്യാണോ? സഹിക്കാൻ പറ്റണില്ലേ? എനിക്ക് ആലഞ്ചേരിയിൽ ഒരുത്തന്റെ മേലെ കൈവച്ചിട്ട് ഒരുത്തനെ അങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. വൈകിടാ. ആ കുളത്തിന്റെ അവിടെ തന്നെ തല്ലിയത്. കോയിക്കൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരി എന്നൊരുത്തൻ പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു. അല്ല കൊടുത്താ നീയൊക്കെ എന്ത് ചെയ്യടാ? തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും. മറുപടി പിന്നത്തെ വെക്കണ പാരമ്പര്യ ആലഞ്ചേരി തറവാട്ടുകാർക്ക് ഇല്ലടാ. ആടിയോടെ നാളെ വരുമ്പോ നിന്റെ പെങ്ങളോട് പറഞ്ഞേക്ക് അവന് മര്യാദക്ക് മറുപടി കൊടുക്കാൻ. മനസ്സിലാടാ? എന്താ നോക്കണേ? എന്റെ പെങ്ങൾ അവനെ പ്രേമിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിയാലോ. ഓടാ.